ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സാവേസ് ബ്ലോഗേഴ്സ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് കണവ തോരനാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊച്ചുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, കറിവേപ്പില, അതിലൊക്കെ തന്നെ തേങ്ങ, കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കണവ നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പാത്രം നമ്മൾ അടുപ്പിൽ ചൂടാവാൻ വെച്ചേക്കാണ്. പാത്രം ചൂടായപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് പച്ചമുളക് ഇടുന്നത്, വെളുത്തുള്ളി ഇടുന്നുണ്ട്, അടുത്തായിട്ട് നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. ഒരുവിധം ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഉള്ളി അത്യാവശ്യം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ശേഷം അതിലേക്ക് നമ്മൾ ഇടുന്നത് മുളക് പൊടിയാണ്. നമ്മൾ കുറച്ച് മുളക് പൊടി യൂസ് ചെയ്യുന്നുള്ളൂ, തോരനായതുകൊണ്ട്. അടുത്തത് മഞ്ഞൾപ്പൊടി, ഇത് കുരുമുളക് പൊടിയാണ്. ഗരം മസാല, ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒഴിക്കാറുണ്ട്. ഇതാണ് വേവിച്ച് വെച്ച കണവ. ഇത് അത്യാവശ്യം സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ചാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഈ കണവ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കണവ ഈ അരപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അരപ്പുമായിട്ട് കണവ. നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. കുറച്ചൊക്കെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിൽ കൂടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഗൈസ്, അപ്പം നമുക്ക് നമ്മുടെ കണവ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് ആക്കാം. ഗൈസ്, അപ്പം നമ്മൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോയാണ്. സൂപ്പറായിട്ടുണ്ട്.